നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദുബായിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ പുതിയ എക്സിറ്റ് റോഡ്. ദുബായിലെ ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ നിന്ന് റാസൽഖോർ റോഡിലേക്കുള്ള കളക്ടേഴ്സ് റോഡിൽ ഒരു പുതിയ എക്സിറ്റ് ഈ മാസം തുറക്കും. ഭൂകന്ദ്ര ഇന്റർചേഞ്ചിലാണ് ഈ പുതിയ എക്സിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് റാസൽഖോർ ഭാഗത്തെ റോഡിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ഗതാഗതം കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും. UAE-യിൽ ഇന്ധന വിലയിൽ മാറ്റം. പെട്രോളിന് വില കുറഞ്ഞു, ഡീസലിന് കൂടി. ഓഗസ്റ്റ് മാസത്തേക്കുള്ള UAE-യിലെ ഇന്ധനവില നിലവിൽ വന്നു. പുതിയ വിലപ്രകാരം സൂപ്പർ 98 പെട്രോളിന് 2.69 ദിർഹവും, സ്പെഷ്യൽ 95 പെട്രോളിന് 2.57 ദിർഹവും, E+91 പെട്രോളിന് 2.50 ദിർഹവുമാണ്. ഡീസൽ വില 2.78 ദിർഹമായി വർദ്ധിച്ചു. പെട്രോളിന് ഒരു ഫിൽസിന്റെ കുറവുണ്ടായപ്പോൾ ഡീസലിന് 15 ഫിൽസാണ് കൂടിയത്. ദുബായിലെ പള്ളികളിൽ ഇനി പാർക്കിംഗ് സൗജന്യമല്ല. ദുബായിലെ 59 പള്ളികൾക്ക് ചുറ്റുമുള്ള 2100 പാർക്കിംഗ് സ്ഥലങ്ങളിൽ 24 മണിക്കൂറും പണം നൽകി പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നു. പ്രാർത്ഥന നടക്കുന്ന 1 മണിക്കൂർ സമയം മാത്രമായിരിക്കും ഈ പാർക്കിംഗ് സൗജന്യം. ഈ മാസം മുതൽ പാർക്കിംഗ് കമ്പനി ഫീസ് ഈടാക്കി തുടങ്ങും. കുവൈത്തിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. പൊടിക്കാറ്റിനും സാധ്യത. കുവൈത്തിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. കടുത്ത ചൂടും പൊടിക്കാറ്റും കാരണം ജനങ്ങൾ ദുരിതത്തിലായി. അടുത്ത ഞായറാഴ്ച വരെ പകൽ താപനില 47-നും 50-നും ഇടയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. രാത്രിയിൽ താപനില 31-നും 35-നും ഇടയിലായിരിക്കും. സൗദിയിൽ പകർച്ചവ്യാധി വാക്സിനേഷൻ ശുപാർശകളിൽ മാറ്റം. സൗദി അറേബ്യയിലെ പൊതുജന ആരോഗ്യ അതോറിറ്റി പകർച്ചവ്യാധികൾക്കുള്ള വാക്സിനേഷൻ സംബന്ധിച്ച പുതിയ ശുപാർശകൾ പുറത്തിറക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺട്രിവാലന്റ് ഇൻഫ്ലുവൻസ വാക്സിൻ ഉപയോഗിക്കാനുള്ള നിർദ്ദേശമാണ്. സൗദിയിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും. സൗദി അറേബ്യയിൽ മത്സ്യബന്ധനത്തിനുണ്ടായിരുന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും. രാത്രിയോടെ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ആഴക്കടലിലേക്ക് പുറപ്പെടും. നാളെ മുതൽ ചെമ്മീൻ ചാകരയ്ക്ക് തുടക്കമാകും. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന 2000-ലധികം പ്രവാസികളിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടുകാരാണ്. പ്രവാസി വോട്ട് ശേഖരങ്ങൾ ഇമെയിൽ വഴി സമർപ്പിക്കാൻ അനുമതി നൽകണം. പ്രവാസി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള അപേക്ഷാ നടപടികൾ ലളിതമാക്കണമെന്ന് പ്രവാസി വെൽഫെയർ നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിലവിൽ 4 ഫോറം ഓൺലൈനായി സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റ് എടുത്ത് ഒപ്പിട്ട് രേഖകൾ സഹിതം നേരിട്ടോ തപാലായോ അയക്കണം. വിദേശത്തുള്ളവർക്ക് ഇത് സമയബന്ധിതമായി ചെയ്യുന്നത് പ്രായോഗികമല്ലെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഹജ്ജ് സീസണിൽ സൗദി അറേബ്യയ്ക്ക് വ്യോമയാന മേഖലയിൽ നേട്ടം. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ സൗദി അറേബ്യ വ്യോമയാന മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കി. വിമാന ഗതാഗതത്തിൽ 8% വർധനവുണ്ടായി. ഈ കാലയളവിൽ ഏകദേശം 1 ലക്ഷം വിമാനയാത്രകളാണ് പൂർത്തിയാക്കിയത്. സൗദിക്കകത്തേക്ക് 74,900 യാത്രകളും സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് 66,000 യാത്രകളും നടന്നു. ദുബായ് വിസ അപേക്ഷ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കണം. ദുബായിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ തങ്ങളുടെ അപേക്ഷകളിൽ നൽകുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് നിർദ്ദേശിച്ചു. അപേക്ഷകൾ വിവരങ്ങൾ നൽകുമ്പോൾ കാണിക്കുന്ന അശ്രദ്ധ കാരണം നടപടിക്രമങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഒമാനി റിയാൽ വിനിമയ നിരക്ക് കുതിച്ചുയർന്നു. ഒമാനി റിയാലിന്റെ വിനിമയ നിരക്ക് കുതിച്ചുയർന്നതിനാൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ ഇത് നല്ല സമയമാണ്. ഒരു ഒമാനി റിയാലിന്റെ വിനിമയ നിരക്ക് 228 രൂപയിലധികമാണ്. ബുധനാഴ്ച വിവിധ വിനിമയ സ്ഥാപനങ്ങൾ ഒരു ഒമാനി റിയാലിന് 226.25 രൂപ നൽകി. ഈ നിരക്ക് പ്രവാസികൾക്ക് വലിയ നേട്ടമാകും. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.